ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ അത് ഞാൻ അല്ലെങ്കിൽ ക്ലീനിങ് വീഡിയോ ഞാൻ വീഡിയോ എടുക്കാം അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിക്കാനൊരു കാരണമുണ്ട്. ഈ ക്ലീനിങ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് കർക്കിടക മാസത്തിൽ അവസാനത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുതുവർഷമാണ് മലയാള മാസം അനുസരിച്ച്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കർക്കിടക മാസത്തിൽ അവസാനത്തെ ദിവസം ഒരു അടിച്ചു വരലും തൂത്തുടയ്ക്കലും വൃത്തിയാക്കലും അങ്ങനെ ഒരുപാട് നാളുകൊണ്ട് ഉപയോഗിക്കാതെ വച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുക, അങ്ങനത്തെ കുറച്ച് പരമ്പരാഗത ചിട്ടകളും രീതികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അത് പ്രമാണിച്ച് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അഥവാ ഇതിനെക്കുറിച്ച് അറിയില്ലാത്തവരാണെങ്കിൽ അവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ ഇറങ്ങിയതാണ്. പക്ഷെ ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ല രീതിക്ക് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്നും അടിച്ചു വരണമ്പോൾ പോലും നമ്മുടെ കണ്ണിൽ പെടാത്ത ഒരു ഈ പൊടികളൊക്കെ നമ്മളിങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ കണ്ണിൽ പെടുകയും ചെയ്യും. അപ്പോൾ പെടുന്ന സ്ഥിതിക്ക് നമ്മളത് അടിച്ച് വരാണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ വൃത്തിയാക്കാണ്ടിരിക്കുന്നതും നല്ലതല്ലല്ലോ. അപ്പം ഞാൻ കരുതി എന്തായാലും ഇറങ്ങി. അപ്പം നന്നായിട്ട് ഡീപ്പ് ക്ലീൻ തന്നെ ചെയ്യാമെന്നും പറഞ്ഞ് ജനാലയൊക്കെ തുറന്ന് അതിൻ്റെ പുറത്തിറങ്ങി. അപ്പോൾ അതിലും അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു. ആ പൊടികളൊക്കെ തുടച്ച് പിന്നെ ഞാനൊരു തുണിയെടുത്ത് കുറച്ച് വെള്ളമൊക്കെ നനച്ച് അവിടെ അത്രയും തുടച്ചെടുക്കുന്നുണ്ട്. കൂടുതലും നമ്മൾ ഈ ജനാല തുറക്കൂല, അധികം ഇങ്ങനെ എന്തെങ്കിലും അടിച്ച് വരുമ്പോഴും അങ്ങനെയൊക്കെ തുറക്കുള്ളൂ. എൻ്റെ പുറകിൽ കുറച്ച് സാധനങ്ങളൊക്കെ ചേട്ടൻ വച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ തുറക്കില്ല. അപ്പോൾ ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് ഒരുപാട് നാൾ അടഞ്ഞു കിടന്നോ അല്ല സ്ഥിരമായിട്ട് ഇങ്ങനെ അടച്ചിട്ടേക്കണോണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഓരോ മുക്കും മൂലയും ഞാൻ എടുത്തെടുത്ത് തുടയ്ക്കുന്നുണ്ട്. അവിടെയൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ പൊടിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ പയ്യെയാണ് തുടയ്ക്കുന്നത്. ഞാൻ സ്പീഡിൽ ഇതിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ കൂട്ടിയിട്ടേക്കണോണ്ടാണ് അങ്ങനെ തോന്നണേ. നല്ല പോലെ പതിയെയാണ് ഞാൻ നല്ല ഇതിലാണ് തുടയ്ക്കുന്നത്. അത് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇതിപ്പോൾ എല്ലായിടത്തും ഈ കർക്കിടക മാസത്തിലെ ഈ അവസാനത്തെ ദിവസം ഇങ്ങനെ ചെയ്യുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതിനെ ആടിയറുതി ആണ്ടറുതി എന്നൊക്കെ പറയും, പല സ്ഥലങ്ങളിൽ പല പേരാണ്. പക്ഷെ നമ്മളവിടെ ചെയ്യും, അങ്ങനെ ചെയ്തതാണ്. അപ്പം ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിലോ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിലോ കമൻറ്റ് ചെയ്യണം. അഥവാ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ അമ്മ കുഞ്ഞൊക്കെ കിടക്കണോണ്ടാണ് ആ ജനാല അധികം അങ്ങനെ തുറക്കാത്തത്. ചിലപ്പോൾ അവളെ ഉറക്കി കിടത്തിയിട്ട് നമ്മളൊക്കെ പോകുമ്പോൾ ജനാല അങ്ങനെ തുറന്നിട്ടിട്ട് നമ്മൾ പോകാറില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ മുമ്പൊക്കെ സ്ഥിരം തുറക്കുന്ന ജനാലയാണ്. ഇപ്പോൾ അവളും കൂടെയൊക്കെ വന്നതിനൊക്കെ ശേഷമാണ് പിന്നെ അങ്ങനെ തുറക്കാത്തത്. ഇതുപോലെ സ്ഥിരം തുറക്കാതിരിക്കത്തൊന്നുമില്ല. ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും വൃത്തിയാക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ എല്ലാവരും ഉണ്ട് എന്നുണ്ടെങ്കിൽ തുറന്ന് കുറച്ച് നേരമൊക്കെ തുറന്ന് കാറ്റൊക്കെ കയറാൻ വേണ്ടി ഇടും. അങ്ങനെ ഞാൻ ഇത് ക്ലീനൊക്കെ ചെയ്ത് അങ്ങനെ പൊടിയും മാറാലേക്ക് അരച്ച് ഞാൻ അങ്ങനെ തൂത്തിറങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു റൂം ഇത് ക്ലീനാക്കി കഴിഞ്ഞിട്ട് അടുത്തതിലോട്ട് പോവാം, ഇല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ മിക്സായി കിടക്കൂലേ. അപ്പം അതുകൊണ്ടപ്പോൾ അതങ്ങ് തീരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് നന്നായിട്ട് തുടച്ച് അത് ക്ലീനാക്കിയിട്ട് പിന്നെ അലമാരയുടെ മുഖത്ത് കുറച്ച് ഇടയിൽ പൊടിയുണ്ട്. ഇങ്ങനെ ഈ കുറച്ച് സ്പേസല്ലേ എൻ്റെ ഇടയിലുള്ളൂ, അപ്പോൾ പെട്ടെന്ന് പൊടി വരും. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് തുടച്ചെടുത്ത് അലമാര ഇതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവളെ ഇങ്ങനെ ഓരോന്ന് പിടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവൾ പിടിച്ച് വാങ്ങും. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവളെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിൻ്റെ മണ്ട വയ്ക്കും. അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എടുത്ത് മാറ്റി അതൊക്കെ തുടച്ച് കിടന്ന ബെഡ്ഷീറ്റൊക്കെ മാറ്റി വേറെ ഒരെണ്ണം വിരിച്ച്, അപ്പോൾ അങ്ങനെ വേറെ ഒരെണ്ണം വിരിച്ച് പിന്നെ പില്ലോ കവറും അതെല്ലാമൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്കൊരു പകുതി സമാധാനം കിട്ടും. അപ്പോൾ സമാധാനം ഒരു സംതൃപ്തി കിട്ടും. പിന്നെ ഈ ടേബിളൊക്കെ തുടച്ച് അതൊക്കെ അമ്മാളൊരു സ്പേസാണ്. അവളുടെ ഉടുപ്പുകൾ ഇരിക്കുന്നതും അവളുടെ ടർക്കി ഇരിക്കുന്നതും അവളുടെ മരുന്നുകളും കരിപ്പൊട്ട് അതൊക്കെ വെച്ച് ഇങ്ങനെ എല്ലാം നോക്കിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു സംതൃപ്തി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അങ്ങനെ എടുത്തിട്ട് ഞാൻ ആ ഡോറ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് തോരനും രസമൊക്കെ വെച്ചിട്ട് വീണ്ടും തിരിച്ചു വരാം. അങ്ങനെ ഞാൻ പോയി തോരൻ രസമൊക്കെ വെച്ച് അടുത്ത് വീണ്ടും ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മുടെ റൂം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹോളാണ്. ഇനിയിപ്പോൾ ഹോളും അപ്പുറത്ത് അമ്മയുടെ ഒരു റൂമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അമ്മയുടെ റൂമിൽ അമ്മ വന്നിട്ട് നോക്കാം, അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അമ്മ വന്നിട്ട് മാറ്റാമെന്നൊക്കെ. അപ്പോൾ അമ്മ അടുക്കളയിൽ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ ഹോള് വെറുതെ കിടക്കുകയല്ലേ, അപ്പോൾ പിന്നെ നമുക്കത് നോക്കാമെന്ന് പറഞ്ഞ് ഹോളിലും ഇതുപോലെ ഹോളിലൊന്നും അധികം ആ റൂമിൽ കണ്ട പോലുള്ള പൊടി ഇല്ലായിരുന്നു. അത്രയ്ക്ക് എനിക്ക് അങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ട ആവശ്യം ഹോളിൽ വന്നില്ല. പക്ഷേ റൂമിൽ അത്യാവശ്യം നന്നാപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതൽ എയർ കയറുന്നത് ഹോളിലായതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അത്രയ്ക്ക് പൊടി റൂമിലുള്ളതുപോലെ പൊടി ഹോളിലില്ലായിരുന്നു. ഈ ചെറിയ ചുമരിൻ്റെ ഈ ആംഗിൾ ആ കോണിൻ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത്. അപ്പം പിന്നെ ഞാൻ വേറെ പിന്നെ അത്രയ്ക്ക് അങ്ങനെ ഫോട്ടോയുടെ ഈ ചുമരിലെ ഫോട്ടോയുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ
ഒന്ന് വൃത്തിയാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ തട്ടി ഫോട്ടോയൊക്കെ തറയിൽ പോകുന്ന കരുതി അവിടെയൊക്കെ ഞാൻ കുറച്ച് സൂക്ഷിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ബാക്കി അങ്ങനെ ഇരുന്നപ്പോഴാണ് നല്ല മഴ പുറത്ത്. നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ, നല്ല സിറ്റുവേഷനിലാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയത്. പിന്നെ പുറത്തില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ അമ്മയാണ് ഹോള് തൂത്തത്. പിന്നെ അമ്മയുടെ റൂമൊക്കെ ഇടയ്ക്ക് ഞാൻ തുടച്ചായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ക്യാമറാമാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയി. അപ്പോൾ